A+2 സ്വാഗതം. എന്നോട് ആരെങ്കിലും ഒരാൾ ചോദിക്കുന്നു, ഏറ്റവും നല്ല നിക്ഷേപ പദ്ധതി ഏതാണെന്ന് സജസ്റ്റ് ചെയ്യാമോ എന്നാണെങ്കിൽ ഞാൻ പറയുന്നത് പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് പദ്ധതിയിൽ അംഗമായി ചേരാനായിരിക്കും. മറ്റ് മ്യൂച്വൽ ഫണ്ടുകളും ഷെയർ മാർക്കറ്റും മറ്റ് മേഖലകളൊക്കെ ധാരാളം ഉണ്ട് എങ്കിലും സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെയൊക്കെ സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഫോളോ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ പോസ്റ്റ് ഓഫീസിലെ ഒരു പദ്ധതി വഴി നമുക്ക് എളുപ്പത്തിൽ തന്നെ നിക്ഷേപം നടത്താനും അതിൻ്റെ ഗുണം നന്നായി തന്നെ നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട്. ഇന്ന് ഈ എപ്പിസോഡിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പദ്ധതി, ഈ പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി എന്ന പേരിലുള്ള MIS എന്ന് ചുരുക്കത്തിൽ പറയാം. അതൊരു മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. മാസം തോറും നമുക്കൊരു തുക നിക്ഷേപിച്ച് നമുക്കതിൻ്റെ മെച്യൂരിറ്റി വരുമ്പോൾ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ വലിയൊരു സംഖ്യ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ ഏതൊരു പൗരനും ഈ സ്കീമിൽ ചേരാം എന്നുള്ളതാണ്. 18 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് വേണ്ടി രക്ഷകർത്താവിനും അക്കൗണ്ട് തുറക്കാം എന്നുള്ളതാണ്. കുട്ടിക്ക് 10 വയസ്സിന് താഴെയാണെങ്കിൽ മാതാപിതാക്കൾക്ക് കുട്ടിയുടെ പേരിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്യാം. ഈ സ്കീമിലൂടെ ഒരു സ്ഥിരമായ പ്രതിമാസ വരുമാനം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു ജോലി ഇല്ലെങ്കിൽ കൂടി ഈ വരുമാനം നമുക്ക് ഉറപ്പായും എല്ലാ മാസവും ലഭിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് നിശ്ചയമായും അതിൻ്റെ ഒരു ഗുണം ചെറിയ വാക്കുകളിൽ പറഞ്ഞാൽ ഒതുങ്ങുകയില്ല എന്ന് മനസ്സിലാക്കുക. 2 തരം അക്കൗണ്ട് ഈ പ്രതിമാസ നിക്ഷേപ പദ്ധതിയിലൂടെ നമുക്ക് തുറക്കാൻ കഴിയും. സിംഗിൾ അക്കൗണ്ടും ജോയിൻ്റ് അക്കൗണ്ടുമാണ്. ജോയിൻ്റ് അക്കൗണ്ടിൽ ഈ അപേക്ഷക ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ കൂടി, ഭർത്താവാണെങ്കിൽ ഭാര്യയെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്യാം. സിംഗിൾ അക്കൗണ്ടിലാണെങ്കിൽ 9 ലക്ഷം രൂപ വരെയും, ജോയിൻ്റ് അക്കൗണ്ടിലാണെങ്കിൽ 15 ലക്ഷം രൂപ വരെയും നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ കഴിയും. ഒരു തവണ മാത്രം ഇത് നിക്ഷേപിച്ചാൽ മതി. അതുവഴി നമുക്ക് മന്ത്ലി ഇൻകം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി എന്ന് പറയുന്ന ഈ MISൽ 5 വർഷത്തെ കാലാവധിക്കാണ് നമ്മൾ നിക്ഷേപിക്കാൻ ഉള്ളത്. അതായത് ഒറ്റത്തവണ നിക്ഷേപിച്ചാൽ 5 വർഷത്തേക്കുള്ള പലിശ നമുക്ക് മാസാമാസം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. 5 വർഷത്തിന് ശേഷം നിക്ഷേപ തുക നമുക്ക് വിഡ്രാ ചെയ്യുകയും ചെയ്യാം. പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ 7.4% പലിശയാണ് ലഭിക്കുക. അങ്ങനെ നമ്മൾ ഇത് കണക്കാക്കിയാൽ തന്നെ ഒരു മാസം 9,250 രൂപയും പ്രതിമാസം 1,11,000 രൂപയും വരുമാനമായി നമുക്ക് ലഭിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഏതാണ്ട് ഇത് പറയുന്നത്. ഈ ജോയിൻ്റ് അക്കൗണ്ടിൽ നമ്മൾ 15 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണ് എന്ന് വയ്ക്കുക. നിലവിൽ ലഭിക്കുന്നത് 7.4% പലിശയാണ്. ഇങ്ങനെ കണക്കാക്കിയാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1,11,000 രൂപ നമുക്ക് പലിശ ഉൾപ്പെടെ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പലിശ മാത്രമായിട്ട് നമുക്ക് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക. 1,11,000 രൂപ നമുക്ക് ഒരു വർഷം കിട്ടും. അങ്ങനെയാണെങ്കിൽ എല്ലാ മാസവും നമുക്ക് കിട്ടുന്നത് 9,250 രൂപയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 5 വർഷം കൊണ്ട് നമുക്ക് പലിശ മാത്രം 5,50,500 രൂപ ലഭിക്കും. 15 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 5 ലക്ഷത്തിന് മുകളിൽ പലിശ മാത്രമായി നമ്മൾ ലഭിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. പക്ഷേ ഒറ്റത്തവണയായിട്ട് നമ്മൾ 15 ലക്ഷം രൂപ കൊണ്ട് നിക്ഷേപിക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി ഒരു സിംഗിൾ അക്കൗണ്ട് ഉണ്ടെന്ന് വെക്കുക. പരമാവധി 9 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ആ സിംഗിൾ അക്കൗണ്ടിലൂടെ നമുക്ക് നിക്ഷേപിക്കാൻ കഴിയുന്നത്. അവിടെയും 7.4% നിരക്കുള്ള പലിശയാണ് ലഭിക്കുക. അങ്ങനെ 9 ലക്ഷം ഒറ്റ തവണയായി നമ്മൾ മാക്സിമം നിലയാണ് 9 ലക്ഷം, മാക്സിമം നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു വർഷം 66,600 രൂപയാണ് പലിശ മാത്രമായി ഒരു വർഷം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ മാസവും 5,500 രൂപ നമുക്ക് ലഭിക്കും 9 ലക്ഷം ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ 5 വർഷം കൊണ്ട് പലിശ മാത്രമായിട്ട് എത്ര കിട്ടും? അങ്ങനെയാണെങ്കിൽ 3,33,000 രൂപ പലിശ മാത്രം 5 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. എന്ന് വച്ചാൽ 3 ലക്ഷത്തിന് മുകളിൽ പലിശ ലഭിക്കുകയും ചെയ്യും. ഈ സ്കീം എല്ലാ മാസവും നമുക്ക് ഉറപ്പായി ഒരു വരുമാനം നൽകുന്ന സ്കീമാണ്.
ഇതിനു വേണ്ടി നമ്മൾ ചേരാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോവുക. അവിടെ നമുക്കൊരു സേവിങ്സ് അക്കൗണ്ട് ആദ്യം നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ അതുമായി ജോയിൻ ചെയ്തുകൊണ്ട് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു SB സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ തുടങ്ങേണ്ടി വരും എന്നുള്ളതാണ്. അതിനു വേണ്ടി നിങ്ങൾക്ക് ആധാർ കാർഡ് കൊണ്ടുപോകണം, പാൻ കാർഡ് കൊണ്ടുപോകണം, ഏതെങ്കിലും ഐഡൻറ്റിറ്റി തിരിച്ചറിയൽ രേഖയും നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. ഇത് നമ്മൾ തീർച്ചയായിട്ടും ഇത് കൊണ്ടുപോയി നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതനുസരിച്ച് കിട്ടുന്ന വരുമാനമാണ് ഇപ്പം നിങ്ങളോട് വിശദീകരിച്ചത്. മറ്റ് നിക്ഷേപ മാർഗങ്ങളുണ്ട്, പക്ഷേ അതിൽ നിന്നുള്ള പലിശ നിരക്ക് ചിലപ്പോൾ കൂടി ലഭിച്ചേക്കാം. എങ്കിലും ഒരു സേഫ്റ്റി എന്നുള്ള നിലയിൽ നമുക്ക് പോസ്റ്റ് ഓഫീസിലെ സേവിങ് ബാങ്ക്സിനെ കണക്കാക്കുകയും ചെയ്യാം. സേഫ്റ്റിയാണ് വളരെ പ്രധാനം. ദയവ് ചെയ്ത് ഒരു ബ്ലേഡ് കമ്പനിയിലും കൊണ്ട് തലവെച്ച് കൊടുക്കരുത്. കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ ഓഫർ ചെയ്യും, അതെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് ധരിച്ചുകൊണ്ട് ബ്ലേഡ് കമ്പനികൾ കൊണ്ട് തലവെച്ച് കൊടുക്കരുത്. കാരണം എപ്പോഴാണ് പൂട്ടിക്കൊണ്ടുപോകുക എന്ന് നമുക്കറിയില്ല. നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആ വിവരം സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ഈ വിവരം നിങ്ങൾ ഷെയർ ചെയ്താൽ സന്തോഷം. പുതിയതായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അവർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന വാർത്തകൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തും എന്നുള്ളത് കൊണ്ടാണ്. നന്ദി.